നമസ്കാരം. ഞാൻ ഒരിക്കലും മുസ്ലിങ്ങളുടെ വീട്ടിൽ പോയിട്ട് വോട്ട് ചോദിച്ചിട്ടില്ല. കാരണം അവരുടെ മുഖവും ഭാവവും ഒന്നും കാണാൻ എനിക്ക് വയ്യ. എത്ര പറഞ്ഞാലും അവരെ മനസ്സിലാക്കാൻ കഴിയില്ല. പിന്നെ എന്റെ പാർട്ടി എന്ന് പറയുന്നത്, അതായത് ഒരു സ്ഥാനാർത്ഥി പറയുകയാണ്, ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച ഒരു സ്ഥാനാർത്ഥി കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നതുകൊണ്ട് പറഞ്ഞതാണ്, എന്റെ പാർട്ടി ഒരുപാട് തെറ്റിദ്ധരിച്ചിട്ടുണ്ട്, ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ട പാർട്ടിയാണ്. അദ്ദേഹത്തിന്റെ പാർട്ടി എന്ന് പറയുന്നത് BDJS ആണ്, NDA മുന്നണിയിലെ പാർട്ടിയാണ്. ആ മുന്നണിയുടെ സ്ഥാനാർത്ഥിയാണ് ഐസക് വർഗീസ് എന്ന് പറയുന്ന ഒരു മഹാനാണ്. അദ്ദേഹമാണ് മാധ്യമങ്ങളോട് ഇങ്ങനെയൊക്കെ പറഞ്ഞത്. മുസ്ലിങ്ങളുടെ വോട്ട് ചോദിക്കാൻ പോയാൽ അവരുടെ മുഖവും ഭാവവും ഒക്കെ കാണേണ്ടി വരും, അതുകൊണ്ട് ഞാൻ പോയിട്ടില്ല. എന്നെ അറിയുന്ന കുറച്ച് ആളുകളൊക്കെ എനിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്, മറ്റുള്ള മുസ്ലിങ്ങളുടെ വോട്ട് ഞാൻ ചോദിക്കാനേ പോയിട്ടില്ല എന്നാണ് ഐസക് വർഗീസ് മാധ്യമങ്ങളോട് പറഞ്ഞത്. എന്തായാലും അത്ര ചർച്ച ചെയ്യാൻ മാത്രം ഒന്നുമുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ തന്നെ പരാജയം ഏറെക്കുറെ ഉറപ്പുമാണ്. അതുകൊണ്ട് അതൊന്നും കാര്യമായ രീതിയിൽ ചർച്ച ചെയ്യേണ്ട വിഷയമില്ല. പക്ഷെ ഇവിടെ ഇങ്ങനെയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഒന്ന് ജനങ്ങളെ ഓർമ്മപ്പെടുത്താണ്ട്, അല്ലെങ്കിൽ ഇത് സംഭവിച്ചത് എന്താണ് എന്നതിനെ കുറിച്ചൊന്നും പറയാതെ പോകുന്നത് ശരിയല്ല എന്ന് കരുതിയാണ് ഞാൻ ഈ വിഷയം ഒന്ന് പറയാൻ എന്ന് തീരുമാനിച്ചത്. മണ്ണാർക്കാട്ട് മുസ്ലിങ്ങളുടെ വോട്ട് ഞാൻ ചോദിച്ചിട്ടില്ല, മുസ്ലിങ്ങളെ എത്ര പറഞ്ഞാലും മനസ്സിലാക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ ഐസക് വർഗീസിന് ആകെ കിട്ടിയത് 10,671 വോട്ടാണ്. അവിടെ N ഷംസുദ്ദീൻ എന്ന് പറയുന്ന മുസ്ലിം ലീഗിന്റെ പ്രതിനിധി, UDFന്റെ സ്ഥാനാർത്ഥി, അവിടെ 90,000-ൽ പരം വോട്ടുകൾ നേടി. 26,000-ത്തിനടുത്ത് വോട്ടുകൾക്ക് അദ്ദേഹം വിജയിച്ചു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി CPIയുടെ കാൻഡിഡേറ്റ് 64,000-ത്തിലധികം വോട്ടുകൾ നേടി. ഈ സ്ഥലത്താണ് ഇവിടെ ഐസക് വർഗീസ് വെറും 10,671 വോട്ട് നേടിയത്. അതായത് 10,000 ഉലുവ എന്നൊക്കെ പറയുന്നത് പോലെ എങ്ങനെയോ കിട്ടി. എന്തായാലും ഇവിടെ കനത്ത പരാജയം ഈ പറയുന്ന കക്ഷിക്ക് കിട്ടി. അദ്ദേഹം ചോദിച്ചു വാങ്ങിയതാണ് എന്നൊക്കെ ഇനി വരും ദിവസങ്ങളിൽ പറയുമായിരിക്കും. കാരണം മുസ്ലിങ്ങളുടെ വോട്ട് വേണ്ട എന്ന് പറഞ്ഞു. 48% മുസ്ലിം പോപ്പുലേഷനുള്ള ഒരു മണ്ഡലമാണ്. അവിടെ ഞാൻ മുസ്ലിങ്ങളുടെ വോട്ട് വേണ്ട എന്ന് ആദ്യമേ തീരുമാനിച്ചു. ഒരു മുസ്ലിമിന്റെ വീട്ടിലും വോട്ട് ചോദിക്കാൻ പോയിട്ടില്ല, അതുകൊണ്ടാണ് എനിക്ക് വോട്ട് കുറയാൻ കാരണമായത് എന്നൊക്കെ വരും ദിവസങ്ങളിൽ പറയാനുള്ള സാധ്യതയുണ്ട്. പറഞ്ഞു എന്നല്ല പറയുന്നത്, പറയാൻ സാധ്യതയുണ്ട്. അങ്ങനെ പറഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. എന്തായാലും നല്ല പണിയാണ് കിട്ടിയത്. വളരെ നിസ്സാരമായിട്ടുള്ള വോട്ടുകൾ നേടി, അതുകൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. വലിയ വർത്തമാനമൊക്കെ പറഞ്ഞ് ഇനി വിജയിച്ചില്ലെങ്കിലും ആളാകുന്നതിന് വേണ്ടി ഒരു ശ്രമം കഴിഞ്ഞ ദിവസം നടത്തിയിരുന്നു. ആ ശ്രമം ആളുകൾ കൃത്യമായി അത് എന്താണെന്ന് മനസ്സിലാക്കണം. ഇത് ഇത്തരക്കാർ എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നു എന്നുള്ളതിനെ കുറിച്ച് ഈ തിരഞ്ഞെടുപ്പ് റിസൾട്ടുമായി ബന്ധപ്പെട്ട് ആ റിസൾട്ട് പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം തിരഞ്ഞെടുപ്പിൽ വോട്ട് നേടി ആളുകളുടെ ജനശ്രദ്ധ പിടിച്ചു പറ്റാൻ ഇത്തരക്കാർക്ക് കഴിയില്ല. ജനശ്രദ്ധ പിടിച്ചു പറ്റുന്നതിന് വേണ്ടി ചില കൃത്രിമമായിട്ടുള്ള ചില വഴികളിലൂടെ അവർ സഞ്ചരിക്കും, വാർത്തകൾ സൃഷ്ടിക്കും, അങ്ങനെ ആളാകുന്നതിന് വേണ്ടി ശ്രമിക്കും. അങ്ങനെ പിടിച്ചു നിൽക്കുന്നതിന് വേണ്ടി ഒരു ശ്രമമാണ് അദ്ദേഹം നേരത്തെ കൂട്ടി നടത്തിയത്. ഒരു മുൻകൂർ ജാമ്യം എടുക്കലാണ് നമ്മളൊക്കെ കണ്ടത്. അത് മനസ്സിലാക്കിയാൽ മതി. ഇത്തരത്തിൽ ഈ മുസ്ലിങ്ങളുടെ വോട്ട് വേണ്ട എന്ന് ഞാൻ തീരുമാനിച്ചു, വോട്ട് ചോദിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞാൽ ആ വാർത്ത കാര്യമായ രീതിയിൽ തന്നെ പ്രചരിക്കും. അത് പ്രചരിപ്പിക്കാനും അതിനടിയിൽ പ്രതികരിക്കാനും ഒക്കെ ആളുകൾ ഉണ്ടാകും. എന്തായാലും അങ്ങനെ ആളുകളുടെ പ്രതികരണത്തിലൂടെ, ആളുകൾ ആ വാർത്ത പ്രചരിപ്പിക്കുന്നതിലൂടെ ആളാകുന്നതിന് വേണ്ടി ഒരു ശ്രമം നടത്തി. ആ ശ്രമം ആളുകൾ മനസ്സിലാക്കണം. വെറുതെ ഇത്തരക്കാരെ ആളാക്കരുത് എന്ന് മാത്രമാണ് എനിക്കിവിടെ അഭ്യർത്ഥിക്കാനുള്ളത്.